ഹലോ, വിഷ് യു ഹാപ്പി മാരീഡ്. താങ്ക് യു. എന്ത് പണിയായി കുട്ടിക്കാൻ. സന്തോഷം. അങ്ങോട്ടിരിക്കെ. സുഖല്ലേ? ആ, അങ്ങനെ പോണു. അച്ഛൻ അകത്തുണ്ട്. അശ്വതി, ഓ അച്ഛനെ കാണണം. വരുമേ. അപ്പോട്ടാ, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എന്താ വേണ്ട വെച്ചാ പറഞ്ഞാ മതി. അവിടെ ഉണ്ട് സെറ്റൊക്കെ, പോയി കുടിക്കാം. മോളെ, ഇത് മോക്ക്. അച്ഛാ, വരിക. അയ്യോ വേണ്ട. വരുമോന്ന് സംശയിച്ചിരുന്നു. അതെന്താ അങ്ങനെ? വരാതിരിക്കാൻ കഴിയോ? അമ്മയ്ക്ക് കഴിക്കാൻ എന്തെങ്കിലും? വരുമേ. ഇരിക്കടോ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. നീ വല്ലതും കഴിച്ചോ? കഴിക്കാം. ഈ രൂപത്തിൽ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നത് കാണുമ്പോ ഇങ്ങനെയെങ്കിലും ഇവിടെ ഇരിക്കുന്നില്ലേ? അന്ന് ആ വണ്ടി കഴുത്തിലൂടെ അങ്ങ് കയറ്റിയിരുന്നെങ്കിൽ മരത്തലയും വെച്ചോണ്ട് മനുഷ്യന് ജീവിക്കാൻ പറ്റുള്ളൂ. അന്നെന്റെ വിവരക്കേട് കൊണ്ട്. സാരില്ല, ഒരു ആക്സിഡന്റ് അത്രേ ഉള്ളൂ. അത്രേ എന്റെ മക്കൾക്കും അറിയൂ. ഏതായാലും നീ ഇവിടെ വന്നല്ലോ, എനിക്കത് മതി. സന്തോഷായി. അതെ, ഈ കണ്ട കള്ളൊക്കെ വലിച്ചു കയറ്റിയിട്ട് മതിയായില്ലേ പണ്ടാർ? ഏട്ടോ, എന്തെങ്കിലും ഒന്നെടുത്ത് ഞണ്ണാൻ നോക്ക്. എന്റെ തന്തയ്ക്ക് അതിനൊന്നുള്ള വകയില്ലല്ലോ. അതിനുള്ള തന്റെയോ അധികാരവും എന്റെ അപ്പേട്ടൻ എനിക്ക് തന്നിട്ടുണ്ട്. എന്താ അവിടെ ഹരി? ഏട്ടന്റെ ആൾക്കാരാ. കൊള്ളാം. കൾച്ചറില്ല, അതാ പ്രശ്നം. എങ്ങനെയെങ്കിലും ഒഴിവാക്കി വിടാ അലവലാദികളെ. ഞാൻ നോക്കിക്കോളാം. ഇതൊക്കെ തീർന്നല്ലോ. അടുത്ത ലോഡ് ഇറക്കണോ? ഇന്ന് സന്തോഷമുള്ളൊരു രാത്രിയാണ് ആണല്ലോ. എന്നാ പിന്നെ സന്തോഷം കിടത്താതെ പോവാൻ നോക്കടാ. അതിനോട് എന്റെ അപ്പേട്ടൻ പറയണം. അപ്പൊ ഞാൻ പറഞ്ഞത് നീ പോയില്ല. ക്ഷണിച്ചു വരുത്തവരെ പിടിച്ചു തള്ളുക. അളിയ, അവൻ കള്ളുപിടിച്ച് ബോധമില്ലാതെ. അപ്പൊ നിങ്ങൾ കുടിക്കുന്ന എന്താ ഗംഗാജല? വെറുതെ എന്തിനാ മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിക്കുന്നേ? മതി മതി, മര്യാദക്ക് നിന്നോളണം. അറിയേ, അതാണ് പറയണ്ടോര് പറഞ്ഞാൽ പൗലോസും കുട്ടികളും കേൾക്കും. അപ്പൊ ഈ കൂട്ടത്തിൽ ഞാനും കൂടുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. ഒരു പ്രശ്നമില്ല, പക്ഷേ ഡീസന്റ് ആയിരിക്കണം. ഒഴിയടാ. ഒഴിയണ അപ്പന്റെ അളിയന് നാലല്ല. ഒഴിയണ അപ്പന്റെ അളിയന് നാലല്ല. അപ്പന്റെ അളിയന് നാലല്ല. അപ്പൊ ഞങ്ങൾ അറിഞ്ഞ എടാ, ഭക്ഷണം കഴിച്ചിട്ട് പോടാ. ഇവിടെ ചന്ത ലൈന. ഇങ്ങനത്തെ കച്ചറകൾക്കൊക്കെ അതിന് പറ്റിയ സ്ഥലത്ത് പാർട്ടി വേറെ വെക്കേണ്ടതായിരുന്നു. നമുക്ക് പിന്നെ കൂടാം. പ്ലീസ്. അല്ല, നിങ്ങൾ കേട്ടാ അവരെന്തെങ്കിലും വിവരക്കേട് കാണിച്ചു അത് വിട്ടുകടാ. നിങ്ങൾ ഭക്ഷണം കഴിച്ചു പോയാ. സോറി, ഞങ്ങൾ ഭക്ഷണം പുറത്തുനിന്ന് കഴിച്ചോളാം. വാടാ. പ്ലീസ് നിക്ക്. എടാ, ഇതെന്തിനാ ഇത്ര നേരത്തെ ചാടി എണീറ്റ് ഇങ്ങോട്ട് വന്നേ? ഇവിടെ അടുക്കളയിൽ അമ്മണിയമ്മയുണ്ട്, പുറം പണിക്ക് വേറെ ആളുണ്ട്, പിന്നെ ഞാനും ഉണ്ട്. ഇപ്പൊ ഞാനും ഉണ്ട്. വേണ്ട വേണ്ട, അതൊക്കെ കുറച്ച് കഴിയട്ടെ. തന്നെയല്ല, നിങ്ങൾ പരിഷ്കാരി കുട്ടികൾക്ക് അടുക്കളയും തീയും ചൂടും ഒക്കെ വല്ല നിശ്ചയമുണ്ടോ?
ഹോസ്റ്റലിലായാലും വീട്ടിലായാലും എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യാറ്. അതേ കുറഞ്ഞുള്ള പരിഷ്കാരമൊക്കെ മതി അടുത്തി. ഇപ്പോഴത്തെ കാലത്ത് ഇതുപോലത്തെ പെൺകുട്ടികളോ? അപ്പോട്ടെന്റെ കണക്കൂട്ടിൽ തെറ്റിയില്ലല്ലോ എന്റെ ഈശ്വര. അപ്പോട്ടൻ ഭൂമി ഉണരും മുമ്പേ ഉണരും. പുറത്തുണ്ട്. ഇങ്ങ് തന്നെടുത്തി, ഞാൻ കൊടുക്കാം. അപ്പോട്ടാ ചായ. ആ നല്ല സ്റ്റൈലൻ ചായ. ചായപ്പൊടിയുടെ ഗുണം ഇട്ട കൈന്റെ. ഇട്ട കൈന്റെ എടുത്തി ഇട്ടതാ. ആ അതാണ് രുചി മാറ്റം. ചായപ്പൊടി മാറിയിട്ടുണ്ടാവും അല്ലേ? അതെ, ചായപ്പൊടി മാവിലായിന്നാ. ഓ നമ്മുടെ മാവിലായിരുന്നു. അല്ല ചെറിയ ഒപ്പം എണീറ്റില്ലേ? ഇല്ല. അതെന്തൊരു മടിയാ. ആ ചായ കിടന്നേ, ഞാൻ കൂടെ കൊടുക്കും. എന്തേ ഇത് ഞാനാടാ. ആ കുട്ടി കുളിച്ചും കുറുതൊട്ട് അടുക്കളക്കാരിയായി. തടി കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. രാവിലത്തെ ഓട്ടം ഒന്ന് സ്ട്രോങ് ആക്കണം. ഇന്നലെ നിന്റെ മനസ്സ് വിഷമിച്ചു എന്ന് ഏട്ടൻ അറിയാം. അതിന് നിന്റെ കൂട്ടുകാരെ ഏട്ടനൊന്നും പറഞ്ഞില്ലല്ലോ. ഇനി എന്നാ തന്നെ ഞാൻ അവരെ വിളിച്ചൊരു സോറി അങ്ങോട്ട് കാച്ചേക്കാം. ദേ എന്റെ ഏട്ടൻ ആരോട് സോറി പറയാനൊന്നും പോണ്ട. ഞാൻ അവരെ ഇന്നലെ തന്നെ വിളിച്ച് പാച്ചപ്പാക്കി. ഇന്ന് ടാജിലൊരു പാർട്ടി മതി. അത് നന്നായി. ഇതാ പറയണ ചുമടെടുത്ത തലയും ബുദ്ധിയുള്ള തലയും രണ്ടും രണ്ടാണെന്ന്. ഹരിയുടെ വരവും നമ്മുടെ ഈ ഒത്തുചേരലും ഒക്കെ എനിക്ക് വലിയ സന്തോഷായിട്ടോ. പക്ഷെ നമ്മുടെ അപ്പുവേട്ടൻ എന്നെ ഇപ്പോഴും കണ്ടൂടാ. ആ സാരമില്ല. സത്യത്തെ ആളൊരു പാവാ, മാറാൻ പറ്റാത്തൊരു മനുഷ്യൻ. ഒന്ന് റെസ്പെക്ട് ചെയ്യണേ. എക്സ്ക്യൂസ് മീ, ഒന്നങ്ങോട്ട് മാറിയിരുന്നേ. മിസ്സിസ് റോയ്, നിങ്ങളെ പണ്ട് കണ്ടപ്പോ എങ്ങനെ ഇരുന്നോ അതേപോലെ ഇരിക്കുന്നു. അതേ കണ്ണ്, അതേ കവിള്, അതേ മൂക്ക്, വയറ് മാത്രം അല്പം ചാടിയിട്ടുണ്ട്. കുറക്കണം. അയ്യോ, ഞാൻ ഓടുന്നുണ്ട് മിസ്റ്റർ ചിത്രഭാനു. അതെനിക്കറിയാം. പക്ഷേ കാലത്തെ എഴുന്നേറ്റ് ഓടണം. ഓടുമ്പോൾ സംസാരിക്കും. അപ്പൊ ഈ ഫുട്ബോൾ ഒക്കെ കളിക്കുന്നവര് സംസാരിച്ചോണ്ടല്ലോ ഓടുന്നത്? അതിൽ കുഴപ്പമില്ല, കാരണം സംസാരിക്കുമ്പോ ഓടി പോകുന്നല്ലേ. ഊഞ്ഞാലാടാൻ അറിയോ? അതെന്തിനാ? വൈത്തിരിയിൽ ഒരു 100 ഏക്കർ. ഹായ്, ഹൗ ആർ യു? ആഹാ, ഇങ്ങനെ പോയാ പിന്നെ ടൂറിസ്റ്റ് എങ്ങനെ വിസിക്കും? ഓ, ഐ ആം മിസ്സസ് റോയ്. എന്താണ് മിസ്സസ് ഹരിപ്രസാദ് ഇങ്ങനെ ഉറങ്ങി തൂങ്ങി? ഒന്ന് വാമപ്പാകോ. നിങ്ങളുടെ ഗോൾഡൻ ഡേയ്സ് അല്ലേ? പാരന്റ്സ് അമേരിക്കയിൽ പഠിച്ചു തൂട്ടിയിൽ ഹസ്ബൻഡായി കിട്ടിയിരിക്കുന്നത് ഒരു ബിസിനസ് മാഗ്നറ്റിനെ. Come on, let's have a drink and enjoy the party. എനിക്കിതൊന്നും ശീലമില്ല. ഓ, ഇങ്ങനെയല്ലേ ശീലിക്കുന്നത്? എനിക്ക് How can you behave like this? You spoiled my sorry. Oh my God. What did I do? Bloody nonsense. ഇങ്ങനെയാണോ ഒരു പാർട്ടിയിൽ ബിഹേവ് ചെയ്യുന്നത്? എന്താ ഹരി ഇത്? പബ്ലിക്കിന്റെ മുമ്പിൽ വെച്ച്? അതല്ല മിസ്റ്റർ ശിവൻ, തുടക്കത്തിലെ തിരുത്തണം. വൈകിയാ പിന്നെ പറ്റില്ല. വേണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞാ പോരെ. തട്ടി എറിയണോ? ആണുങ്ങളല്ലേ, അവരവരുടെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ച് പലരോടൊത്തും കൂടേണ്ടി വരും. നമ്മൾ എവിടെയും നമ്മളായിട്ട് നിൽക്കുക. അവന് മൂക്കത്താ ചുണ്ടി, അതുകൊണ്ട് പറ്റിപ്പോതായിരിക്കും. അറിയോ, ഈ നിക്കണ ആളും ഒട്ടും മോശമല്ല. കല്യാണം കഴിഞ്ഞ ഒരാഴ്ച അല്ലേ അശ്വതി നമ്മുടെ ആദ്യത്തെ കച്ചറ? അയ്യട, ഒരാഴ്ചയോ? 3 ദിവസം. തളിയിൽ അമ്പലത്തിൽ തൊഴാൻ പോണവൾക്ക് പോവാന്ന് തലേന്ന് ഞാൻ ഏറ്റും പോയി. കറങ്ങിത്തിരിഞ്ഞ് ഞാൻ വീട്ടിലെത്തുമ്പോ നട്ടപ്പാതിര തുടങ്ങിയില്ല എവള് കരച്ചില്. കണ്ണീര് കൊണ്ട് ആ മുറി നിറച്ചവള്. പിന്നെ രക്ഷയില്ല,
ഒരു 1.5 കെട്ടൊക്കെ ഞാനും കൊണ്ട് പിടിച്ചു. ഒടുവിൽ എന്റെ കൈ ഒന്ന് പൊങ്ങി. നമ്മൾ പഠിച്ച തന്ത്രം അതല്ലേ. തല്ലിയില്ല, ഒന്ന് ഓങ്ങിയുള്ളൂ, പിന്നുണ്ടായിട്ടില്ല. പരസ്പരം അറിഞ്ഞറിഞ്ഞ് വരും വരെ ഈ ദാമ്പത്യം സത്യമില്ലാത്തൊരു ബന്ധം. അറിഞ്ഞു വന്നാലോ ഇത്രയും സത്യമുള്ളൊരു ബന്ധം ഈ ലോകത്തില്ല. മോളെ, ഏത് ചെറിയ കാര്യത്തെയും വലുതാക്കണം. വലിയ കാര്യങ്ങളെ വലിയ മനസ്സുകൊണ്ട് സാരില്ലാന്ന് അങ്ങോട്ട് ചെറുതാക്കി കാണാൻ പറ്റുമ്പോഴേ ജീവിതം എന്ന് പറയണ വണ്ടി അങ്ങോട്ട് ഉള്ളൂ. ഇല്ലെങ്കിലേ കുടുംബം കട്ടപ്പുറത്തായി പോകും. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഏട്ടനല്ലേ പറഞ്ഞേ. ചെല്ല. പിന്നെ മോളുടെ തമാശക്കാരനായ അച്ഛനോട് ഈ വക തമാശയൊന്നും അറിയിക്കരുത് കേട്ടോ. ചെല്ല. അല്ല, ഇനിയിപ്പോ നമ്മളെന്താ ചെയ്യാ? നമ്മൾ പോയിരുന്ന് നാമം ജപിക്കാം. അത്രേ ഉള്ളൂ. ഇന്ന് അത്രേ ഉള്ളൂ. കേരളീയർ കൊതിയന്മാരാണ്. അടുത്ത വീട്ടിൽ എന്തുണ്ടോ അത് തനിക്കും വേണം. അതെങ്ങനെയും സമ്പാദിക്കണം. വാട്ട് ഐ മീൻ ഇസ്, ഇവിടെ എന്ത് വിറ്റാലും ചിലവാകുന്ന ഒരു കമ്പോളമുണ്ട്. സൊസൈറ്റിയുടെ ഈ സൈക്കോളജി നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യണം. അതാണ് ബിസിനസ്. തവണ വ്യവസ്ഥയുണ്ടെങ്കിൽ എത്ര പലിശയ്ക്കായാലും എന്തും വാങ്ങിച്ചു കൂട്ടാൻ തയ്യാറാവുന്ന മലയാളിയെ നാം ആവുന്നത്ര കാർ ഉടമകളാക്കുന്നു. ഓപ്പൽ ആൻഡ് ഷെവർലെ കാറിന്റെ ഡീലർഷിപ്പ് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു. പുതിയ സെറ്റപ്പിൽ ക്വാളിഫൈഡ് ആയ മിടുക്കന്മാരായ കുറച്ച് സ്റ്റാഫിനെ നമ്മൾ കോൾ ഫോർ ചെയ്യണം. അതെ, മിസ്റ്റർ ഗണപതി ഡ്രാഫ്റ്റ് ചെയ്ത ലെറ്റർ എന്ത് ചെയ്യും? ആയതിനാൽ മേൽപ്പറഞ്ഞ സ്ഥാപനത്തിന്റെ താഴെ പറയുന്ന തസ്തികകളിലേക്ക് 50 കൊല്ലം പഴക്കമുള്ള ഏതോ അടിയാധാരം വായിക്കുന്ന പോലുണ്ട്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാൻ ഒരെണ്ണം ഡ്രാഫ്റ്റ് ചെയ്യാം സർ. ഗുഡ്. ഗണപതി സ്വാമി, ആന്റണിയാണ് പുതിയ ഓഫീസ് മാനേജർ. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ? മനസ്സിലായി വരുന്നു. എന്ന് വെച്ച് ഗണപതി സ്വാമി വെറുതെ ഇരിക്കണ്ട. മറ്റു കാര്യങ്ങളൊക്കെ ആവുമെന്ന് ശ്രദ്ധിച്ചോളൂ. പ്രായം, കാലത്തിന്റെ മാറ്റം, അതൊക്കെ എല്ലാവർക്കും ബാധകമാണ്. എനിവേസ്, താങ്ക് യു ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. സീ യു. Okay, we'll let you know. Thank you. Thank you, sir. Next. Oh. Veni Warrior. Miss Veni Warrior. Take your seat. Thank you. So, you've resigned from a multinational company in Mumbai, right? Yes, sir. Well, why do you think Leela Group can provide you with something better than your previous concern? ഇവിടെ എൻ്റെ അട്രാക്ഷൻ സാലറി മാത്രമല്ല സർ. നിത്യരോഗിയായ എൻ്റെ അമ്മയും വിധുവായ ഏടത്തിയും മക്കളും, അവരുടെ ഏക ആശ്രയം ഞാൻ മാത്രമാണ്. ഇവിടെയാകുമ്പോൾ എനിക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പാലക്കാട്ടുള്ള എൻ്റെ കുടുംബത്തിലെത്താമല്ലോ. അതിലുപരി ലീല ഗ്രൂപ്പിന്റെ ഇമേജിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം സർ. Well, I'm fully satisfied with your biodata and I appoint you as my personal secretary. Thank you, sir. Thank you so much. You're welcome.